പാലക്കാട് കുളപ്പുള്ളിയിൽ യന്ത്രം ഉപയോഗിച്ച സിമന്റ് ചാക്ക് ഇറക്കിയ സംഭവത്തിൽ CITU ചുമട്ടുതൊഴിലാളികളുടെ ഭീഷണി നേരിടുന്ന വ്യാപാരിക്ക് പിന്തുണയുമായി ബി.ജെ.പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ജയപ്രകാശ് എന്ന വ്യാപാരിയെ നേരിൽ കണ്ടാണ് പിന്തുണ അറിയിച്ചത്. പാർലമെന്റിൽ നോക്കുകൂലിയെക്കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഈയൊരു സംഭവം നടന്നതെന്നും BJP ആരോപിച്ചു. പാലക്കാട് കുളപ്പുള്ളിയിൽ യന്ത്രമുപയോഗിച്ച് സിമന്റ് ചാക്കുകൾ ഇറക്കിയ വ്യാപാരിക്ക് നേരെയുള്ള CITU ഭീഷണി അംഗീകരിക്കാനാവില്ലെന്ന് BJP വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ പറഞ്ഞു. ജയപ്രകാശ് എന്ന വ്യാപാരിയെ നേരിൽ കണ്ട് നേതാക്കൾ പിന്തുണയും അറിയിച്ചു. കേരളത്തിൽ വ്യവസായങ്ങളെ തകർക്കാനാണ് CPM-ഉം തൊഴിലാളി സംഘടനയായ CITU-വും ശ്രമിക്കുന്നത്. പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നോക്കുകൂലിയെക്കുറിച്ച് സംസാരിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് പാലക്കാട് ഇത്തരം സംഭവമെന്നും P. വേണുഗോപാൽ പറഞ്ഞു. കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്വയമായിട്ട് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും കഴിയുമെന്നിരിക്കെ ആ കോടതി വിധി ധിക്കരിച്ചുകൊണ്ട് ഈ കട നടത്താൻ സമ്മതിക്കാത്തൊരു സ്ഥിതിവിശേഷമാണ് കുളപ്പുള്ളിയിൽ നിലനിൽക്കുന്നത്. ഇത് കോടതി വിധിയോടുള്ള അനാദരവാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ വ്യവസായം വളരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇടതുപക്ഷം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, അവരുടെ തൊഴിലാളി യൂണിയനാണെന്ന് തെളിയിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പാർലമെൻറ്റിൽ നിർമ്മല സീതാറാം ഈ വിഷയം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതിന് സമാനമായി അത് പറഞ്ഞ് ഒരു ദിവസം പോലും കഴിഞ്ഞില്ല, അതിന് മുന്നേ തന്നെ നോക്കുകൂലിയാണ് ഇപ്പോൾ CITU ആവശ്യപ്പെട്ടിരിക്കുന്നത്. 4 മാസം മുൻപാണ് കുളപ്പുള്ളിയിൽ സിമന്റ് കട നടത്തുന്ന ജയപ്രകാശ് സിമന്റ് ചാക്കുകളുടെ കയറ്റിറക്ക് എളുപ്പമാക്കാൻ 6 ലക്ഷത്തോളം രൂപ മുടക്കി യന്ത്രം സ്ഥാപിച്ചത്. ഇതിൽ ചാക്ക് കയറ്റുന്നിടത്തും ഇറക്കുന്നിടത്തും ഓരോ ചുമട്ടുതൊഴിലാളികളെ നിർത്താമെന്നും പറഞ്ഞു. എന്നാൽ 6ഓളം CITU ചുമട്ടുതൊഴിലാളികൾ സ്ഥാപനത്തിലെത്തി പ്രശ്നമുണ്ടാക്കുകയായിരുന്നു. ഇതോടെ ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയെങ്കിലും CITU ചുമട്ടുതൊഴിലാളികൾ സ്ഥാപനത്തിനു മുന്നിൽ യന്ത്രം തൊഴിൽ മുടക്കുന്നു എന്നാരോപിച്ച് പന്തൽ കെട്ടി അനിശ്ചിതകാല സമരം ആരംഭിക്കുകയായിരുന്നു. പോലീസ് സംരക്ഷണയിലാണ് നിലവിൽ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ജനം, പാലക്കാട്.